Hello, good morning all. Good morning, Miss. Hello, good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. I am busy. Good morning, ma'am. Okay, very good morning. Good morning. Hello, എല്ലാവർക്കും. Good morning, ma'am. Fine. നമ്മളന്ന് കണ്ടിട്ട് പിന്നെ ഇന്നാണ് കാണാനല്ലേ? അപ്പോ ഇപ്പൊ കുറച്ച് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് തേഴ്സ്ഡേയില് ക്ലാസ് തുടങ്ങി. തേഴ്സ്ഡേ ഫ്രൈഡേ കുറച്ച് ക്ലാസ് ഒക്കെ നിങ്ങൾ കിട്ടി അല്ലേ? എന്തെങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, നന്നായി പോകുന്നു. വെരി ഗുഡ്. ഓൾമിട്ടൊക്കെ ചെയ്യാം. അത് ചെയ്തോളാം. ഞാനൊന്ന് ഫസ്റ്റ് ആദ്യം തന്നെ വന്നിരുന്നിട്ട് നിങ്ങൾ മിണ്ടാതെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. ഫസ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഞാൻ ക്ലാസ്സിൽ കയറിയില്ലേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ എന്നോട് നിങ്ങളുടെ വയറപ്പിക്കാൻ പറഞ്ഞാലോ? അത് ശരിയല്ലല്ലോ. കുറച്ച് സൗണ്ടൊക്കെ ഒന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ഒരു വൺ മാൻ ഷോ ആയിട്ട് മാറും. അതുകൊണ്ടാ എങ്കിലും നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളവിടെ ആക്റ്റീവായിട്ട് പോയിട്ടുണ്ടോന്ന് നമുക്കറിയണ്ടേ. നമുക്കതിന് വേണ്ടിയിട്ടാണ് അവര് മോർണിംഗ് ഇങ്ങോട്ടേക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായി ഓൺമ്യൂട്ട് മാറ്റിയിട്ട് നമ്മള് കേറുമ്പോ തന്നെ ഒന്ന് പറയുന്നത്. അല്ലെങ്കിൽ വന്നിരുന്നിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, പക്ഷെ എനിക്ക് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടം. തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ അവിടെ ലൈവായിട്ട് ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ചിലരൊക്കെ ഇങ്ങനെ ലൈവ് ആണ് നമ്മുടെ ഈ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ആണ്. ലൈവ് എന്നാണ് ക്ലാസിന്റെ പേരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ ലൈവായിട്ടിരിക്കണം. ഐ മീൻ ലൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും പണിക്ക് പോയിട്ടോ കാര്യങ്ങൾ ചെയ്തിട്ടോ കാര്യമില്ല. നിങ്ങൾ അവിടെ ലൈവായിട്ട് ആക്റ്റീവായിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും ഒന്ന് തിരിച്ചൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ ദിവസം അങ്ങോട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വരുമ്പോ തന്നെ നമ്മൾ ഓൾമ്യൂട്ട്, നമുക്കറിയാം ഓൾമ്യൂട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ അന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ ഓൾമ്യൂട്ട് കൊടുത്തിട്ട് തന്നെയാണ് ക്ലാസ് എടുത്തത് അല്ലേ? കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. ഒരാള് അൺമ്യൂട്ട് ചെയ്താലും ഇതിനകത്തുനിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. കാരണം ഇങ്ങനെ എല്ലാവരുടെയും കൂടി ഡിവൈസുകൾ ഓപ്പൺ ആണല്ലോ. അതുകൊണ്ട് ചെറിയൊരു ആരെങ്കിലും ഇൻ ബിറ്റ്വീനിൽ അത് ഓൺ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ സൗണ്ട് എക്കോ പോലെ വരും. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. പിന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് എന്തായാലും പരിചയപ്പെടാനൊക്കെ എല്ലാവരുടെയും പേരുകളൊക്കെ ചോദിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കേ അതിനുള്ള സമയം കിട്ടില്ല. ബിക്കോസ് ഐ തിങ്ക് ഇപ്പൊ 137 കുട്ടികൾ ഇന്ന് നമുക്ക് ഇവിടെ ലൈവില് നമുക്ക് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ കുറെ പേരൊക്കെ എന്താ പറയാ നമുക്കേ ഇത് ഇങ്ങനെ തന്നെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത്രയും കുട്ടികൾ സ്ട്രെങ്ത് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കുന്നവരുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ ആവണം എന്നാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ആളുകൾ കുറച്ച് കുറഞ്ഞുകൊണ്ട് പോകും. ചിലപ്പോ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഉള്ള സമയം കിട്ടുമായിരിക്കും. അതിലേ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ക്ലിയർ ആകുന്നുണ്ടെന്നാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പോർഷൻസ് ഒക്കെ തന്നോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കോ എന്താണോ കിട്ടിയോ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിൽ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ ഡിസ്റ്റൻസിന്റെ ഒരു എന്താ പറയാ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എത്താത്തത്. കുറച്ച് ഡിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് ചിലപ്പോൾ എത്താത്തതായിരിക്കാം. കൂടുതലും ആളുകൾക്ക് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ PDF ആണെങ്കിലും PDF എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് താൽക്കാലത്തേക്ക് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കുമ്പോ കിട്ടുന്നത് വരെ ഉപയോഗിക്കാനേ ഇപ്പൊ തൽക്കാലം ടീച്ചേഴ്സ് പറയുന്ന ചാപ്റ്റേഴ്സിന്റെ PDF ഒന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ തന്നെ മൊഡ്യൂൾസ് തരം തിരിച്ചിട്ടുള്ള സിലബസ് ഇട്ട് തന്നിട്ടുണ്ടോ? സിലബസ് ഇട്ട് തന്നിട്ടുണ്ടോ? മൊഡ്യൂൾസ് 1, മൊഡ്യൂൾ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ 4 മൊഡ്യൂൾസ് സെൻഡ് ചെയ്തിട്ടുണ്ടോ?
ഓക്കെ, അപ്പൊ ആ സിലബസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ മൊഡ്യൂള്, അത് കഴിഞ്ഞ് 2, 3, 4 1ഉം 2 മൊഡ്യൂളൊക്കെ കഴിയുമ്പോഴേക്കും എക്സാം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇല്ലേ, ഓരോ മൊഡ്യൂൾസിലും ഓരോ ടീച്ചേഴ്സ് അവർക്ക് കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ, അയ്യോ ടീച്ചർ വന്നിട്ട് ഒരു ചാപ്റ്റർ എടുത്തു, വേറെ ടീച്ചർ വന്ന് വേറെ ചാപ്റ്റർ എടുത്തു. അവർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മള് ടീച്ചേഴ്സിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് ഓരോ മൊഡ്യൂൾസിലെയും ടോപ്പിക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ കയ്യിലുള്ള ആ ചാപ്റ്റേഴ്സ് എടുക്കാൻ അവർ റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ചാപ്റ്റേഴ്സിന്റെ പേരുകൾ നോക്കുക, ഇതൊക്കെ എടുത്ത് തീർന്നോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ എന്താ പി ഡി എഫ് തന്നിട്ടുണ്ട്. അതിന് ടെക്സ്റ്റ് ബുക്ക് അല്ലേ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് തരാന്നല്ലേ പറഞ്ഞേക്കണേ? അതെ, അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഓക്കെ, കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരധികം പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ അറിയിച്ചേക്കാം. അത് സെൻഡ് ചെയ്തിട്ട് കിട്ടാത്തതാണ്. എന്തെങ്കിലും എഴുതിയെടുക്കാൻ പോസിബിൾ ആവുമോ? നോക്ക്, നിങ്ങൾ എഴുതിയെടുക്കാന്നുള്ളത് പോസിബിൾ ആകുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് അത് കിട്ടാത്തതെന്നൊക്കെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഇതാണ് കേട്ടോ. ഹോൾ മ്യൂട്ട് കൊടുത്തോ ഞാൻ? യെസ്, ഹോൾ മ്യൂട്ട് ആണ്. ചാപ്റ്റർ ഇതാണ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ പേരാണ്, എന്താ പേര്? കോഴ്സിന്റെ പേരെന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഫംഗ്ഷനിങ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം തന്നെ നമ്മൾ അറിയണം. എന്നാലേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ പറ്റുള്ളൂ. ബിക്കോസ് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലി എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സില്. ടു schedule, manage, control each and every departments in a hospital. ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും എല്ലാം തന്നെ സ്കെഡ്യൂൾ ചെയ്യുക, അവിടുത്തെ ഓപ്പറേഷൻസ് സ്കെഡ്യൂൾ ചെയ്യുക, അതെല്ലാം അറേഞ്ച് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അവിടുത്തെ ഓപ്പറേഷൻസിനെല്ലാം മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇതെല്ലാമാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന ആളുടെ ജോലി. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ അറിഞ്ഞേ മതിയാകൂ. സോ വി ആർ ഗോയിങ് ടു ലേൺ വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നമുക്ക് ചില ഹോസ്പിറ്റൽസിലെ ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ ചില ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് അറിയില്ലാത്തതും ഉണ്ട്. നമുക്ക് അതൊക്കെ അറിയുള്ളതും അറിയില്ലാത്തതും ഒക്കെ കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിസീസസ്, രോഗങ്ങൾ എന്താണ്, അവിടെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്താണെന്നൊക്കെ കുറച്ചൊക്കെ അറിവുകൾ നമുക്ക് നേടാം അല്ലെ? അപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ എന്താ പറയാ, നഴ്സിംഗ് പഠിക്കുകയോ അതുപോലെ തന്നെ ഡോക്ടർ ആകാനുള്ള മറ്റു കാര്യങ്ങൾ പഠിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വി ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ തിങ്സ് ആർ ഗോയിങ് ഓൺ ഇൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാകാനും ഹോസ്പിറ്റലിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കും മനസ്സിലാക്കാൻ പറ്റും. സയൻസ് എടുത്ത് പഠിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് നഴ്സിംഗിന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് MBBS എടുക്കാൻ പോകാൻ പറ്റിയില്ല എന്നൊന്നും പേടിച്ച് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്കും അറിയാം എന്തിനെ കുറിച്ച്, ഹോസ്പിറ്റൽസിനെ കുറിച്ച് വിശദമായ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. സോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ എന്നാണ്. ഒന്നാമത്തെ മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലാണ് നോട്ടിന്റെ കാര്യമൊക്കെ നമ്മളിപ്പോ അവിടെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം. ഈ ചാപ്റ്റർ എന്താ പറയാ, ഇത് കുറച്ച് അത്ര പെട്ടെന്ന് നീങ്ങുന്ന ഒരു ചാപ്റ്റർ അല്ല. മറ്റു ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് നീങ്ങൂല കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് വിശദമായി നമ്മൾ അറിഞ്ഞു തന്നെ പോകണ്ടേ. അതുകൊണ്ട് ഇത് ഇച്ചിരി ചിലപ്പോൾ സ്ലോ മൂവിങ് ആയിരിക്കും, ഇത്തിരി സ്ലോ മോഷനിൽ പോലെ പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം മറ്റു ടീച്ചേഴ്സ് ഇപ്പൊ 2-3 പേജ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ എടുത്ത് പോകുമായിരിക്കും. അത്രയും എളുപ്പം ഇത് ചിലപ്പോൾ നീങ്ങൂല. നിങ്ങളുടെ റെസ്പോൺസ് കൂടി കണ്ടാലേ എനിക്ക് അത് എത്രത്തോളം മൂവ് ചെയ്യുമെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇച്ചിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ മേക്ക് എ പോസ്റ്റ്മോർട്ടം. അതായത് നമുക്ക് ഹോസ്പിറ്റൽസ് ആയതുകൊണ്ടേ ആ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ട് എങ്ങനെയൊക്കെയാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മുറിച്ചിരിക്കുന്നത്, കീറി മുറിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കാം.
different departments in a hospital consists of medical department, supportive department and administrative department. ഒരു ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മൂന്നായിട്ടാണ്, ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ, വിശാലമായ രീതിയിൽ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, രണ്ട് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ ഇത് മൂന്നായിട്ട് ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ തരംതിരിച്ച് വെച്ചിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓപ്പറേഷൻസ്, അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഫങ്ഷൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നോ അതിന് അനുസൃതമായിട്ടാണ് ഈ മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റുകളെ തരംതിരിച്ചിരിക്കുന്നത്. എന്താണ്? ഒന്നാമത്തേത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, രണ്ടാമത്തേത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ആ ഓരോ പേരുകളും സൂചിപ്പിക്കുന്നത് പോലെ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ദാറ്റ് മീൻസ് the type of treatment which is provided by the department. It classifies the medical department into two, that is OPD and IPD. എന്ത് രീതിയിലുള്ള ചികിത്സയാണോ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് OPDയും IPDയും. ഹാവ് യു ഹേർഡ് അബൌട്ട് ഇറ്റ്? OPD IPD എന്താണെന്ന് വല്ല പിടുത്തുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ OPD എന്താ? അത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. IPD അപ്പൊ എന്തായിരിക്കും? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD സ്റ്റാൻഡ്സ് ഫോർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് IPD സ്റ്റാൻഡ്സ് ഫോർ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അതായത് എന്ത് ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് വരുന്ന പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്നത്. OP വിഭാഗത്തിൽ വന്നു നമ്മൾ എന്ത് ചെയ്യും? ചീട്ട് ചെയ്യും. നമ്മുടെ പേരും മറ്റു കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ നമുക്ക് അതിൽ ഒരു ചീട്ട് തരും. ആ ചീട്ട് അതിന്റെ ഒരു നമ്പർ ആണ് അല്ലെ. ആ നമ്പർ വീണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോളോ അപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചീട്ട്, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ, നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചീട്ടാണ്. അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഇനിയും നമ്മുടെ എന്തെങ്കിലും കാര്യത്തിലുള്ള രോഗത്തിലൊക്കെ വരികയാണെങ്കിൽ അത് കൊണ്ടുവന്നാൽ മതി. നമ്മളെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പ്രൂഫ് ആണ് ആ ഒരു ചീട്ട് എന്ന് പറയുന്നത്. അതും വെച്ച് നമ്മൾ അവിടെ പോയിരിക്കും. ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് ഡോക്ടറെയാണോ കാണാൻ പോയിരിക്കുന്നത് ആ ഡോക്ടറുടെ ഡോറിന്റെ വാതിക്കൽ നമുക്ക് അതിനുള്ള പ്ലേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ പോയിരിക്കും. ഡോക്ടർ എപ്പോഴാണോ നമ്മളെ വിളിക്കുന്നത് നമ്മൾ അകത്തേക്ക് കയറുന്നു. അവിടെ വരെ ഓക്കെയാണ്. അവിടെ വരെയാണ് OP ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ ഓഫ് ദ ഡോക്ടറെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. നമ്മുടെ രോഗത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഡോക്ടർ ഡിസൈഡ്സ് വെദർ ദ പേഷ്യന്റ് ഹാവ് ടു ബി അഡ്മിറ്റഡ് ഓർ നോട്ട്. അതിനുശേഷം ഡോക്ടറാണ് നമ്മളെ പരിശോധിച്ച് നമ്മുടെ രോഗത്തിന്റെ ഒരു എന്താ പറയാ ഗൗരവമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണോ അല്ല കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് അത് ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്ത് പോയിക്കോ, വീട്ടിൽ പോയിട്ട് മരുന്നൊക്കെ കഴിച്ച് 1-2 ദിവസമൊക്കെ റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇറ്റ് ഈസ് നോട്ട് ഡിക്ലൈനിങ്, നിങ്ങളുടെ രോഗത്തിന്റെ ആ ഒരു കാഠിന്യം ഒന്നും കുറയുന്നില്ല, രോഗം ഭേദമാകുന്നില്ല എങ്കിൽ ജസ്റ്റ് കം അപ്പ് ആഫ്റ്റർ 2 or 3 days, 2-3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാനൊക്കെ നമ്മളോട് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ്, രോഗത്തിന്റെ ആ ട്രീറ്റ്മെന്റിന്റെ രീതി അനുസരിച്ചിട്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. OP ഔട്ട് പേഷ്യന്റ് വന്നിട്ട് പോകാം, അന്ന് തന്നെ പോയി നമുക്ക് ഹോസ്പിറ്റലിൽ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകാം. Inpatient department, that means the patient have to be admitted for further treatment. ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ചിലപ്പോൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ രീതിക്ക് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ക്ലിയർ ആയല്ലോ? മനസ്സിലായോ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ 2 ടൈപ്പ് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒന്ന് OPയും ഒന്ന് IPയും. That means ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും inpatient department. Okay, next one, secondary department എന്ന് പറയുന്നത്, that is the second classification of different departments in a hospital is supportive department. Supportive department, what do you mean by support? Support ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പറയാ, നമ്മൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പലതിനെയും സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. നമുക്കൊന്ന് ഒരു താവ് അല്ലെ, ഒരു ഒരു കുത്ത് കൊടുക്കുക, താങ്ങ് കൊടുക്കുക എന്നൊക്കെ പറയും അല്ലെ. ഹോസ്പിറ്റൽസിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയ OPD ആൻഡ് IPD, അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് there are some other departments which are collectively known as സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനെ ഹെൽപ്പ് ചെയ്യാൻ എന്ന് വെച്ചാൽ അതിന് സപ്പോർട്ട് കൊടുക്കാൻ ഈ IPDയും അതുപോലെ തന്നെ OPDയും കൃത്യമായി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ രോഗി വരുന്നു, OPയിൽ വന്നു, മരുന്നൊക്കെ എന്താ പറയാ ഡോക്ടറെ കണ്ടു, മരുന്നൊക്കെ വാങ്ങിച്ചു വീട്ടിൽ പോയി.
IP ഇൻപേഷ്യന്റ് ആണ്, അവിടെ കിടന്നു ചികിത്സിച്ചു, അവിടെ പോയി. അത് മാത്രമാണോ ഒരു ഹോസ്പിറ്റലിൽ? ഒന്ന് നോക്കി ഒന്ന് ചുറ്റും ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ സം അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളും നമുക്ക് കണ്ണിൽ പെടുന്നതുണ്ടാകാം, ചിലതെല്ലാം കണ്ണിൽ പെടാത്തതും ഉണ്ടായിരിക്കാം. അങ്ങനെ ഹോസ്പിറ്റൽസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മെയിൻലി OPയും അതുപോലെ തന്നെ IP വിഭാഗത്തെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ, അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സം അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഓൾസോ നെസസറി. ചില മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആ സപ്പോർട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെ OPDനെയും IPDനെയും ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് supportive department. And the supportive department is again classified into 4. വീണ്ടും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന് 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണത്? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ്, ജനറൽ ഡിപ്പാർട്ട്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ സപ്പോർട്ടീവിനെ വീണ്ടും വീണ്ടും 4 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? എന്ന് വെച്ചാൽ എല്ലാവരും കൊടുക്കുന്ന സപ്പോർട്ട് ഒരേ രീതിയിലല്ല. അതുകൊണ്ടാണ് ആ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ വീണ്ടും ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയായിട്ടാണ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെ 4 ആയി തരംതിരിച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. എന്തൊക്കെയാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻസോട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് തെറാപ്യൂട്ടിക്. എന്താ തെറാപ്യൂട്ടിക് എന്ന വാക്കിന്റെ അർത്ഥം? ചികിത്സയുമായി ബന്ധപ്പെട്ടത്. That means which is related to curing of disease or healing of disease. നമ്മുടെ രോഗത്തിന്റെ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ രോഗവുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുള്ളത്, രോഗത്തെ എന്താ പറയാ ക്യൂർ ചെയ്യാനായിട്ട്, എന്താ പറയാ ചികിത്സിച്ച് ഭേദമാക്കാൻ നേരിട്ട് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് തെറാപ്യൂട്ടിക്. നമ്മുടെ സപ്പോർട്ടീവിലെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് നോക്കിയേ. അതിനകത്ത് 3 എണ്ണമാണ് വന്നേക്കുന്നത്. ആ തെറാപ്യൂട്ടിക് വിഭാഗത്തില് 3 എണ്ണമാണ് വന്നേക്കുന്നത്. ചികിത്സയുമായിട്ട് നേരിട്ട്, ഹീലിംഗുമായിട്ട് നേരിട്ട് ബന്ധമുള്ള 3 എണ്ണം. ഏതൊക്കെയാണോന്ന് നോക്കാം. ഫാർമസി. എന്താ ഫാർമസി ഈ വിഭാഗത്തിൽ വരാൻ കാരണം? ബിക്കോസ് നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടായി കഴിഞ്ഞാൽ വി ഹാവ് ടു have our medicines എന്താ പറയാ regularly or as instructed by the physician or doctor. നമുക്ക് തന്നിരിക്കുന്ന മെഡിസിൻസ് കൊണ്ടുപോയി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം. എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കഴിക്കാനല്ല, അവർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ അതിൽ കൃത്യമായിട്ട് എന്താ പറയാ കഴിക്കേണ്ട ടൈംസും അതുപോലെ കൃത്യമായിട്ട് കഴിക്കേണ്ട സമയവും ഒക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ അത് ഫോളോ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചാൽ നമ്മുടെ രോഗം ഭേദമാകും. അപ്പൊ ക്യൂറിംഗ് ഓഫ് ഡിസീസ്, ഹീലിംഗ് ഓഫ് ഡിസീസ്, ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഫാർമസി തെറാപ്യൂട്ടിക്കിന്റെ കീഴിൽ വന്നത്. രണ്ടാമത്തേത് ഫിസിയോതെറാപ്പി. ഇറ്റ്സ് ഓൾസോ another type of healing of our disease. നമ്മുടെ രോഗം ഭേദമാകുന്നതിന് വേണ്ടി വരുന്ന നേരിട്ട് രോഗവുമായി ബന്ധപ്പെടുത്താൻ അല്ലെങ്കിൽ രോഗത്തെ ഭേദപ്പെടുത്താനായിട്ട് കഴിവ് നേരിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ചില രോഗങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയും. എന്താ, വലിയ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റി, നമ്മൾ വല്ലോടത്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവിടെയൊക്കെ വല്ല ഫ്രാക്ഷൻസ് വന്ന് എല്ലൊക്കെ പൊട്ടി തേയ്മാനൊക്കെ വന്നതോ ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സ് മരുന്നൊക്കെ തരുന്നതോടൊപ്പം ആ ഒരു രോഗത്തിന്റെ വേദനയും മറ്റു പെയിനൊക്കെ പിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ അലട്ടും. എന്ന് വെച്ചാൽ ആ വേദനകളൊക്കെ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. പണ്ട് ഞാൻ വീണതില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ എന്ത് വേണ്ടി വരും? ഫിസിയോതെറാപ്പി ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു എന്താ പറയാ ഒരു തരം തെറാപ്പി ട്രീറ്റ്മെന്റ് ആണ്. അതും നമ്മുടെ രോഗം ഭേദമാക്കുന്നതിന് നേരിട്ട് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ടാണ് അത് തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റ് ഏതിൽ വന്നത്, ഫിസിയോതെറാപ്പി ഏതിൽ വന്നത്? തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നത്. ആൻഡ് the third one is dietetics. What is dietetics? Not only having the medicines will not cure our disease. നമ്മൾ മരുന്ന് കഴിച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ രോഗം ഭേദമാക്കില്ല. We should also follow the diets which is prescribed by the physician. നമ്മുടെ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡയറ്റുകളും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അല്ലെ, ഭയങ്കര ഷുഗർ ഒക്കെ ഉള്ള ആള് ഡോക്ടർ മരുന്നൊക്കെ കൊണ്ട്, ഷുഗറൊക്കെ നല്ല കൂടുതലാണല്ലോ, ഇൻസുലിനൊക്കെ എടുക്കണം. അതെ, മര്യാദക്കൊക്കെ നിങ്ങൾ ശരി ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത സ്റ്റേജിന് ഇൻസുലിനൊക്കെ ഇൻജെക്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു വിടും. അപ്പൊ മരുന്നൊക്കെ കിട്ടി. ഇപ്പൊ ഷുഗർ ഉണ്ടെങ്കിലും മരുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? എനിക്കൊക്കെ അറിയാൻ പറ്റും, വല്ല മധുരൂട്ട ചായ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ലഡുവോ ജിലേബിയോ ഒക്കെ കാണുമ്പോ വയസ്സായവർക്കൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ, അവർക്കത് കഴിക്കണമെന്നൊന്നും. പക്ഷെ ഭയങ്കര ഷുഗർ ഉള്ള ആളുകൾക്ക് അത് പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ എന്തെങ്കിലും ചിലപ്പോൾ നമുക്കത് അറിയാതെ കഴിക്കും. അപ്പൊ എന്ത് പറ്റും?
അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ആ ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. ആർക്കും പറ്റില്ല, ഡോക്ടർക്കും പറ്റില്ല. കാരണം എന്താ, കഴിക്കേണ്ടതും കഴിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടതും പേഷ്യൻസ് ആണ്. നമ്മളത് കൺട്രോൾ ചെയ്തില്ലെങ്കിലോ അപ്പൊ എന്ത് ചെയ്യും, അത് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ ഡയറ്റും നമ്മൾ അവർ പറയുന്നത് പോലെ ഫോളോ ചെയ്യണം. അധികം അരി ഭക്ഷണം കഴിക്കേണ്ട, ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, ചായ കുടിക്കലൊക്കെ ഒന്ന് നിർത്തിക്കോട്ടാ എന്നൊക്കെ അവർ ഇൻസ്ട്രക്ട് ചെയ്യും. സോ വി ഹാവ് ടു ഫോളോ ഇറ്റ്. അതുകൂടി ഫോളോ ചെയ്താൽ നമ്മുടെ രോഗം കൃത്യമായിട്ട് ഭേദമാകാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ രോഗത്തെ നിയന്ത്രിക്കാനും രോഗങ്ങളെ ക്യൂർ ചെയ്യാനും നേരിട്ട് ബന്ധമുള്ളതായതുകൊണ്ടാണ് സപ്പോർട്ടീവിന്റെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എന്തെല്ലാം വന്നത്, ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ക്ലിയർ ആയോ? സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, തെറാപ്യൂട്ടിക് എന്ന് പറയുന്നതാണ്. അതിനകത്ത് വന്നിരിക്കുന്നതാണ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മളിത് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുന്നുണ്ടേ. ഞാനിപ്പോ ഇത് വെറുതെ എനിക്കിപ്പോ ഒന്ന് വെറുതെ വായിച്ചു വിട്ടാൽ മതി. പക്ഷെ ജസ്റ്റ് ഒന്ന് ഇൻഫോം, ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. ഈ ഓരോ ചാപ്റ്റർ ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്, CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി എന്നൊക്കെ പറഞ്ഞ് വേറെ ചാപ്റ്റർ വൈസ് ഓരോന്നും നമ്മൾ പഠിക്കണ്ടേ. അവിടെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കൂ കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോ കൂടുതൽ 2 സെന്റൻസ് ഒക്കെ പറഞ്ഞ് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞു വരട്ടെ. നമ്മള് ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിക്കും. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സെക്കൻഡ്. അപ്പൊ ഇനി സപ്പോർട്ടീവില് ഇനിയും ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റൽസിലുണ്ട്. നമ്മുടെ OP, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെയും സപ്പോർട്ട് ചെയ്യാനുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വരുന്നത് ജനറൽ വിഭാഗത്തിലാണ്. ജനറലിനകത്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഒന്ന് നോക്കിയേ. CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിന്റനൻസ് ആൻഡ് മോർച്ചറി. ഇങ്ങനെ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് സപ്പോർട്ടീവില് ജനറൽ വിഭാഗത്തിൽ പൊതുവായിട്ട്. മറ്റേതെന്താ, തെറാപ്യൂട്ടിക്, നമ്മുടെ ഹീലിംഗ് ഓഫ് ഡിസീസ്, രോഗത്തിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവിൽ വരുന്നതാണ് തെറാപ്യൂട്ടിക്, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയറ്ററ്റിക്സ്. ഇനി അടുത്തത് ജനറൽ ആണ്, കോമൺ വിഭാഗമാണ്. അതായത് ഈ രോഗവുമായിട്ട് ബന്ധമല്ലാതെ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് രോഗത്തിനെ ഭേദമാക്കാൻ നേരിട്ട് ബന്ധമില്ല ഇതിന്. അതുകൊണ്ടാണ് അതിനെ പൊതുവായ വിഭാഗം, ജനറൽ വിഭാഗത്തിൽ വരുത്തുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ. CSSD. വാട്ട് ഈസ് CSSD? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വ്യക്തമായിട്ടൊക്കെ നമുക്ക് കുറെ ചാപ്റ്റർ തന്നെ ഉണ്ട് പഠിക്കാൻ. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് CSSD? എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ? അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ, ഓപ്പറേഷൻ തിയേറ്ററില്, മറ്റ് യൂണിറ്റുകളിൽ, അതായത് ലാബില് ഒരുപാട് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ചെറുതും വലുതുമായിട്ട് ഇല്ലേ? എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എനിക്ക് അറിയില്ല എന്താണ് പറയുന്നത്. ഓക്കെ, എന്താ പറയാ, നമ്മളുടെ പല ഡിപ്പാർട്ട്മെന്റിലും, അതായത് മെയിൻലി ഹോസ്പിറ്റൽസിന്റെ OT, ഓപ്പറേഷൻ തിയേറ്ററിലും ലാബിലൊക്കെ നമ്മൾ ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അവിടുത്തെ പല എക്യുപ്മെന്റുകൾ, ടെസ്റ്റ് ട്യൂബുകളായിരിക്കാം, പല എക്യുപ്മെന്റുകളായിരിക്കാം. അതുപോലെ OTയിലും, ഓപ്പറേഷൻ തിയേറ്ററിൽ സിസേഴ്സോ മറ്റു പല ഇൻസ്ട്രുമെന്റുകളും ട്രേസും മറ്റുമൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. All these becomes contaminated when it is used for a patient. ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ വന്നു, ആളെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത പേഷ്യൻസിന് അയാളിന് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഈ എക്യുപ്മെന്റ് ഒക്കെ. അപ്പൊ അതൊക്കെ എന്താകാം, അതിനകത്തുനിന്ന് രോഗാണുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്കൊക്കെ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുണ്ടാകാം, പടർന്നിട്ടുണ്ടായിരിക്കാം. സോ ഈച്ച് ആൻഡ് എവറി എക്യുപ്മെന്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ് ഫ്രം ടൈം ടു ടൈം. ആവശ്യത്തിന് സമയാസമയങ്ങളിൽ ഈ പറയുന്ന എക്യുപ്മെന്റുകളൊക്കെ എന്ത് ചെയ്യണം, സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം മറ്റൊരു പേഷ്യന്റിൽ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ ഒരു രോഗിനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു, ആളുടെ സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്തു, ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചു. അടുത്തൊരു പേഷ്യന്റിനെ കൂടി കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയാക്കാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോ ഈ പറയുന്ന പേഷ്യന്റിന് ഉണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കളോ മറ്റു കാര്യങ്ങളോ ഇനി അടുത്ത പേഷ്യന്റിന് ചിലപ്പോൾ ആ ഒരു രോഗമൊന്നും ഇല്ലാത്ത ആളായിരിക്കാം. വേറെ ഒരു ചെറിയ വേറെ എന്തെങ്കിലും പ്രശ്നവുമായിട്ട് വന്നിട്ട് ഇതൊക്കെ എടുത്ത് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ആൾക്ക് വേറെ കൂടി അസുഖം കിട്ടിയിട്ട് പോകേണ്ടി വരൂലേ ഹോസ്പിറ്റൽസിന്. സോ അത് പാടില്ല. അതുകൊണ്ട് each and every equipment which is used in the operation theaters and also lab should be sterilized from time to time. കൃത്യമായ അവരുടെ പോളിസീസ് അനുസരിച്ച് ഇതെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് CSSD. once again, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്.
STERILE, സ്റ്റെറൈൽ. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞ് കേട്ടല്ലേ? നമ്മളൊക്കെ വീടുകളിൽ ചില കുട്ടികൾക്ക് കൊടുക്കുന്ന കുഞ്ഞു വാവകളൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ പാത്രമൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മളെങ്ങനെയാ തിളച്ച വെള്ളത്തിൽ ഇടുക, അതിനകത്തേക്ക് വെച്ച് കഴുകുക, വൃത്തിയാക്കുക അല്ലെ? കൊച്ചുകുട്ടികളുടെ മറ്റുള്ളവരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ പാത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അതൊക്കെ തന്നെ. ഓക്കെ, അടുത്തത് ഹൗസ് കീപ്പിംഗ് ആണ്. പേജിൽ ഞാൻ ഇത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ആണ്. എന്തായിരിക്കും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഹോസ്പിറ്റൽസിൽ എന്താ ഹൗസ് കീപ്പിംഗിന്റെ പ്രത്യേകത? എന്താണ്? ടു കീപ്പ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ ഓൾ ദ ടൈം അല്ലെ? എപ്പോഴും ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സ്, റൂമുകള്, അവിടുത്തെ എന്താ പറയാ എല്ലാം തന്നെ കൃത്യമായിട്ട് ക്ലീൻ ആക്കി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുക, ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കുക. അങ്ങനെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കീപ്പിംഗ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് എവറി ടൈം ഇറ്റ് ഷുഡ് ബി ക്ലീൻ ആൻഡ് ഹൈജീൻ. എപ്പോഴും ക്ലീൻ ആൻഡ് ഹൈജീൻ. കാരണം ഹോസ്പിറ്റലാണ്, രോഗാണുക്കൾ പെരുകാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ്. അപ്പൊ അവിടെ നീറ്റ്നെസ്, ക്ലെൻലിനെസ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതെല്ലാം ക്ലീൻ ഒന്നും അല്ല എങ്കിൽ തീർച്ചയായിട്ടും രോഗാണുക്കള് കൂടുതൽ വർദ്ധിക്കുന്നു എന്നല്ല നമുക്ക് പറയാൻ പറ്റുക, മൾട്ടിപ്ലൈ ചെയ്യുന്നു പറയും. എന്താണ്? പെരുകാണ് ചെയ്യുക അല്ലെ? 1 2 ആകും, 2 4 ആകും, 4 8 ആകും, അല്ലാതെ 1 വെച്ച് കൂടുതലല്ല ചെയ്യാം. ഓക്കെ, സോ അവരാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ജനറൽ ആണ്, കോമൺ ആയിട്ട് വേണ്ടി വരുന്നത്. അവിടെ രോഗത്തുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കേണ്ടത് ഹോസ്പിറ്റൽസിന് അത്യാവശ്യമാണ്. ഓക്കെ, കിച്ചൺ എന്താ? ക്യാൻറ്റീൻ വിച്ച് പ്രൊവൈഡ്സ് ഫുഡ് അല്ലെ? ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഫുഡൊക്കെ കൃത്യമായിട്ട് പേഷ്യൻസിന്, ഇന്നിപ്പോ ഹോസ്പിറ്റൽസിലൊക്കെ അവിടെ കിടക്കുന്ന പേഷ്യൻസിന് അവരുടെ മെനു ലിസ്റ്റ് പ്രകാരം, അതായത് ഹോസ്പിറ്റൽസിലെ ഡയറ്റീഷ്യൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെനു പ്രകാരം അവർക്കുള്ള ഫുഡ് സപ്ലൈ ചെയ്യണം. സോ അത് ഒക്കെ കൃത്യമായിട്ട് ക്യാൻറ്റീനിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അത് വൃത്തിയിലാണ് ക്യാൻറ്റീനിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുകൂടി ഉറപ്പാക്കണം. ഓക്കെ, കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഒരു കിച്ചണിൽ പോയി ജോലി ചെയ്യണമെന്നല്ല, ഈ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, അതായത് ഫുഡൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള വെസൽസിലെ പാത്രങ്ങളിലാണെന്നും ഹൈജീൻ ആയിട്ടുള്ള സിറ്റുവേഷൻസിലെ സറൗണ്ടിങ്സിലാണ് അവരതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതെന്നും മെനുവിൽ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള ഫുഡാണ് ഇവിടേക്ക് എത്തുന്നതെന്നും ഒക്കെ എൻഷുർ ചെയ്യേണ്ടത് കിച്ചൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ലോണ്ടറി. എന്തായാലും ലോണ്ടറി ചെയ്യാം. ലോണ്ടറി സാധാരണ എന്താ ചെയ്യാം? അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ പേഷ്യൻസിന് ഉപയോഗിക്കുന്ന അവരുടെ ഡ്രസ്സുകള് അല്ലെ? പേഷ്യൻസിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ഡ്രസ്സൊക്കെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേബർ റൂംസിലേക്ക് കൊണ്ടുപോകുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് അവരുടേതായ ഡ്രസ്സ് കൊടുക്കും. ഓപ്പറേഷനൊക്കെ ചെയ്യുന്നതിനാ ഡെലിവറി സമയത്തൊക്കെ അവരുടെ ഡ്രസ്സാണ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ? OT-യിലൊക്കെ മിക്കവാറും അവരുടെ ഡ്രസ്സാണ് അവര് ഇട്ടിട്ട് കൊണ്ടുപോകുക ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസിന് എന്താ പറയാ വിധേയരായിട്ടുള്ളവരെയൊക്കെ. അപ്പൊ സോ they will provide their own dress. ഹോസ്പിറ്റൽസിൽ അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന്റെ ഡ്രസ്സുകളൊക്കെ അവരുടെ പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സൊക്കെ അവര് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി kept neat and clean, washed, ironed, and also it should be mended if it is repaired. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഇത്തരം പേഷ്യൻസിന് ഉപയോഗിക്കുന്നതോ അവിടുത്തെ മറ്റ് കർട്ടൻസ്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്സ്, ടേബിൾ കവേഴ്സ്, ഡോക്ടേഴ്സിന്റെ ഇതെല്ലാം കൊണ്ടുപോയി വൃത്തിയായി കഴുകുക, ഉണക്കുക, അയൺ ചെയ്യേണ്ട സാധനങ്ങൾ അയൺ ചെയ്യുക, ആൻഡ് ഓൾസോ മെന്റഡ്, അതായത് റിപ്പയർ ചെയ്യുക. അതായത് എന്തെങ്കിലുമൊക്കെ തുന്നൽ വിട്ടതോ കീറിയതോ ഒക്കെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കരമായിട്ട് കീറിപ്പോയതൊന്നും അല്ല, ജസ്റ്റ് ചെറിയ തുന്നലൊക്കെ വിട്ടതൊക്കെ ആണെങ്കിൽ അത് മെന്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. ഓക്കെ, സെക്യൂരിറ്റി എന്താ? സെക്യൂരിറ്റി ടു സെക്യൂർ ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഹോസ്പിറ്റൽസിനെ സെക്യൂർ ചെയ്യുക, അതായത് വരുന്ന വാഹനങ്ങളൊക്കെ കയറി പോകുന്ന സമയത്ത്, ഇറങ്ങി പോകുന്ന സമയത്ത് ഇറ്റ് വിൽ നോട്ട് ഡിസ്റ്റർബ് ദ പേഷ്യൻസ്. അവിടെ വന്നു പോകുന്ന പേഷ്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് എൻഷുർ ചെയ്യണം സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ്. Nowadays we can see each and every ഫ്ലോറിൽ ഈ സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ് ഇന്നലെ. ഫസ്റ്റ് ഫ്ലോറിലായിക്കോട്ടെ, സെക്കൻഡ് ഫ്ലോറിലായിക്കോട്ടെ, അവിടെ പേഷ്യൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്കറിയാം, അവർക്ക് വഴി നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താ പറയാ സ്മൂത്ത് ആക്കി കൊടുക്കണം. അവിടെയൊന്നും ആരും വട്ടം കൂടിയൊക്കെ നിൽക്കുമ്പോൾ പേഷ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ ഡിസ്റ്റർബൻസ് വരിക. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഇന്ന് മിക്ക ഹോസ്പിറ്റൽസിലും ഓരോ ഫ്ലോറിൽ തന്നെ ഓരോ സെക്യൂരിറ്റീസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ദെയർ ഡ്യൂട്ടി. അവിടെ ഹോസ്പിറ്റൽസിൽ ഈ സെക്യൂരിറ്റീസിന്റെ ഡ്യൂട്ടിയാണ് ഹോസ്പിറ്റൽസിലെ ഓരോ ഫ്ലോറുകളും ഓരോ എന്താ പറയാ ഇപ്പൊ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ആണെങ്കിലും അവിടെ പേഷ്യൻസിനെ വളരെ സ്മൂത്ത് ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും ആശ്രയിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളത്, അവരുടെ പാത്ത് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്.
അതായത് അവിടെ ഇവിടെ കൂടെ ആൾക്കാരൊക്കെ വിസിറ്റേഴ്സും മറ്റു ആൾക്കാരൊക്കെ കുന്നുകൂടി നിന്ന അത് അവരുടെ എന്താ പറയാ പാസേജിനെ ഡിസ്റ്റർബ് ചെയ്യും അല്ലെ. പേഷ്യൻസിനെ ചിലപ്പോൾ സ്ട്രെച്ചേഴ്സിൽ കൊണ്ടുപോകേണ്ടതുണ്ടാകും, മറ്റേ വീൽ ചെയേഴ്സിൽ കൊണ്ടുപോകേണ്ടതുണ്ടാകും. അപ്പൊ വഴിയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ബ്ലോക്ക് ചെയ്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് മൊത്തം ആകെ ഒരു എന്താ പറയാ ഡിസ്റ്റർബൻസ് ആകും. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കേണ്ടത് ഈ സെക്യൂരിറ്റീസിന്റെ ജോലിയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾസോ എ ജനറൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ സപ്പോർട്ടീവിന്റെ ജനറലിൽ വരുന്ന ഒരു വിഭാഗമാണ് സെക്യൂരിറ്റി. നെക്സ്റ്റ് വൺ എന്താ? മെയിന്റനൻസ് ആണ്. എന്താ മെയിന്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിൽഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീൻസ്, റിപ്പയറിംഗ് ആവശ്യമുള്ള ഒരുപാട് എക്യുപ്മെന്റ്സ് ആണ് മെഷീൻസ് ഇരിക്കുന്നത്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് അല്ലെ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഹോസ്പിറ്റൽസിൽ. വരുന്ന പേഷ്യൻസിന്, ഇൻപേഷ്യൻസ് ആയവർക്കൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? പ്രസന്റേഷൻ ഓഫ് ചെയ്യാമോ? ആരെങ്കിലും ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ, എനിക്ക് നിങ്ങൾ ഡിസ്റ്റർബ് ആക്കരുത്, എന്റെ പ്രസന്റേഷൻ പോയില്ലേ? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? വേറെ ആരോ പ്രസന്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത്. കാണുന്നുണ്ട്? കാണുന്നില്ലല്ലോ. സ്ക്രീൻ കാണുന്നില്ലല്ലോ അല്ലേ? അത് ഇവിടെ വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? നോട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? എന്നെ കാണൂലേ? ഞാനിവിടെ പോയി. ഓക്കെ, എനിക്കെന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ത് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട്? ശരിയായോ? ശരി. നോട്ട് ഇവിടെ ഉണ്ട്. നോട്ട് ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് ചെന്താ പോയതപ്പോ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ, ശരിയായല്ലോ. ശരിയായോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ നമ്മള് എന്താ മെയിന്റനൻസ്? അപ്പൊ മെയിന്റനൻസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസിൽ ഒരുപാട് മെഷീൻസ്, എക്യുപ്മെന്റുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നോക്കിയേ, ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് കൊടുത്തിരിക്കുന്ന റൂംസ്, വാർഡുകളൊക്കെ, അവിടെ വാഷ്റൂംസ് ഉണ്ട് അല്ലെ, ഒരുപാട് അവിടെ. അപ്പൊ അതിനകത്ത് എന്താ പറയാ, പൈപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്ന ആ പ്ലംബിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്കിങ്സ്, മെയിന്റനൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ AC മറ്റു കാര്യങ്ങൾ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഉപകരണങ്ങൾ ഒത്തിരി ഉണ്ട്. അതൊക്കെ ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ അതിനൊക്കെ മെയിന്റനൻസ് ആവശ്യം വരും. സോ ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി
repaired and maintained from time to time. അല്ലെ, proper functioning of hospitals ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. എല്ലാ മെഷീൻസും കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നന്നായി പോകുള്ളൂ. അല്ലെങ്കിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തു, അവിടുത്തെ എന്തെങ്കിലും റൂമുകളിൽ എന്താ പറയാ, അവരുടെ വാഷ്റൂമിലെ പൈപ്പിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ്, വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആയിരിക്കും പേഷ്യൻസിൽ പ്രൊവൈഡ് ചെയ്യുക. കാരണം നമ്മൾ അവിടെ മുറിയെടുത്തു, അവിടെ പറയുന്ന ഫെസിലിറ്റീസ് ഒന്നുമില്ല, അതൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, മെയിന്റനൻസിന്റെ കാര്യം പറഞ്ഞോളൂ, അവിടെ പ്രോബ്ലം വന്നു. എന്താണാവോ അത്? എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അവിടെ പ്രസന്റേഷൻ വേറെ ആരോ ചെയ്യുന്ന ആളെന്നോട് പറഞ്ഞത്, ടെക്നിക്കൽ ഞങ്ങളുടെ കുട്ടി പറഞ്ഞത് വേറെ ആരോ അത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ പ്രസന്റേഷൻ കട്ടായിപ്പോ, അതാണ് സംഭവിച്ചത്. ഐ തിങ്ക് സോ. അപ്പൊ അതാണ്. അപ്പൊ മെയിന്റനൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വരും കേട്ടോ. ഒരു ഹോസ്പിറ്റലിനകത്ത് എന്തൊക്കെ കാര്യങ്ങള് റിപ്പയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്താ പറയാ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എവിടെ എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കോളുകളുണ്ട്. ഇന്ന റൂമിൽ അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന മെഷീൻ അല്ലെങ്കിൽ ഇന്ന സാധനം പ്രവർത്തിക്കുന്നില്ല. സോ വാട്ട് എവർ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം. ഓക്കെ, സോ അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോർച്ചറി. എന്താ മോർച്ചറി? മോർച്ചറി ഈസ് ദ പ്ലേസ് വേർ dead bodies are kept temporarily. അല്ലെ, കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിലേക്ക് വേണ്ടി മാത്രം ഡെഡ് ബോഡീസ് താൽക്കാലികമായി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ മോർച്ചറിയും ജനറൽ വിഭാഗത്തിൽ രോഗവിമുക്തമാക്കുന്ന അല്ലെങ്കിൽ രോഗമില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നേരിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ജനറൽ ഹെഡിലേക്ക് ഏതൊക്കെ വന്നത്? CSSD, once again I will say Central Sterile Supply Department, housekeeping എന്താ പറയാ, ഹോസ്പിറ്റൽസിന്റെ നീറ്റ് ആൻഡ് ക്ലെൻലിനെസ്, ഹൈജീൻ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. കിച്ചൺ, ക്യാൻറ്റീൻ വിച്ച് പ്രൊവൈഡ് എന്താ പറയാ ഹൈജീനിക് ഫുഡ് അല്ലെങ്കിൽ ഫുഡ് അക്കോർഡിംഗ് ടു ദ മെനു വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഡയറ്റീഷ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മെനു പ്രകാരം പേഷ്യൻസിനുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലമാണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ലോണ്ടറി റെസ്പോൺസിബിൾ ഫോർ വാഷിംഗ് ആൻഡ് മെൻഡിങ്, അയണിങ്, എവറിഥിങ്. അതൊക്കെ അവിടുത്തെ ക്ലോത്ത്സ്, എന്ത് ലിനൻ എന്നാണ് ഉദ്ദേശിക്കുക, അവിടെ ഹോസ്പിറ്റൽ ലിനൻസ് എല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, വാഷ് ചെയ്തത്, അതാണ് ലോണ്ടറി. സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ മൊത്തം സെക്യൂരിറ്റീസ് ആണ്. പിന്നെന്താ പറയാ, മെയിന്റനൻസ് ഓഫ് ഓൾ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറീസ് ആണ്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. മോർച്ചറി ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റൽസിലും മോർച്ചറീസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് മിക്ക ഹോസ്പിറ്റൽസിലും ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ അതൊന്നുമില്ല. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുതിയതായിട്ടൊക്കെ ഹോസ്പിറ്റൽസിലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തർക്കിച്ച് നമുക്ക് കമ്പൽസറി ആയിട്ട് ഉണ്ട് എന്ന് നമുക്ക് ആൻസർ തരാനായിട്ട് പറ്റില്ല. പക്ഷെ ഇന്നും പലയിടത്തൊക്കെ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിവാരണമാണ്. എന്ന് വെച്ചാൽ രോഗം ഭേദമാക്കലല്ല, രോഗനിവാരണം, രോഗം എന്താണെന്ന് മനസ്സിലാക്കലാണ്. അതാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് രോഗമാണെന്ന് ചിലപ്പോ ഡോക്ടർ ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചില രോഗങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പനിയൊക്കെ ആയിട്ട് ചെന്നു, പനി മാറാനുള്ള സാധാരണ മരുന്നൊക്കെ കൊടുത്തു, പക്ഷെ പനിയൊന്നും മാറുന്നില്ല. അപ്പൊ ഡോക്ടർക്ക് തോന്നും ഇത് പനി എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഇത് ഏതോ ഒരു രോഗത്തിന്റെ കാരണമാണെന്ന് ഡോക്ടർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ കാരണം എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസായിട്ട് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായിട്ട് പനിയൊക്കെ ആയിട്ട് വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് മരുന്നൊക്കെ തരും. പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ ചെന്ന് മരുന്നിന് നമുക്ക് ആദ്യമൊക്കെ എഴുതി തരും. 2 ദിവസമൊക്കെ കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരാൻ പറയും. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലാക്കാനാണത് അത് സാധാ ഉള്ള വല്ല വൈറൽ ഫീവേഴ്സ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗങ്ങൾക്ക് ഉള്ള കാരണം. ഇപ്പൊ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, വെറുതെ ഈ പനിയുടെ മരുന്ന് മാത്രം കഴിച്ചതുകൊണ്ട് മാറില്ല. കാരണം ആ താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ അന്നേരം കിട്ടുന്നുള്ളൂ. കാരണം എന്താ? ഇതിന്റെ റൂട്ട് കോസ് വേറെയാണ്. യൂറിൻ ഇൻഫെക്ഷൻ ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ഈ പനി ഇങ്ങനെ മാറാതെ നിൽക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അതിനാ ചികിത്സിക്കേണ്ടത്. സോ ദേ ഹാവ് ടു ഐഡന്റിഫൈ, അത് അവർക്കത് മനസ്സിലാക്കണം. അപ്പൊ പല ഡയഗ്നോസ്റ്റിക് രീതികളിലൂടെയാണ്, ദാറ്റ് മീൻസ് ടെസ്റ്റിംഗ് രീതിയാണ്. പ്രധാനമായിട്ടും 2 രോഗനിവാരണത്തിന്, അതായത് രോഗം നിർണ്ണയിക്കാനുള്ള 2 മാർഗങ്ങളാണ് ഹോസ്പിറ്റൽസിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ലബോറട്ടറിയും മറ്റൊന്ന് റേഡിയോളജിയും.
ലബോറട്ടറി, ലാബ്, അതായത് നമ്മുടെ ബോഡി ഫ്ലൂയിഡുകളൊക്കെ, ബോഡി ഫ്ലൂയിഡ് എന്തെങ്കിലുമൊക്കെ എടുത്ത് ബ്ലഡ് ആകാം, യൂറിൻ ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്സ്, പല ഫ്ലൂയിഡ്സും ഒക്കെ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ രോഗത്തിന് ബേസ് ചെയ്ത് ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബോഡിക്ക് അകത്ത് നിന്നും പുറത്തേക്ക് എടുത്തിട്ട് ലാബിൽ വെച്ച് ഈ പറയുന്ന ടെസ്റ്റിംഗ് ഒക്കെ നടത്തി ആൻഡ് ദേ പ്രൊവൈഡ് ദ റിസൾട്ട്. ലാബിലെ ടെക്നീഷ്യന്മാർ അത് ലാബ് ടെസ്റ്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ ദ റിസൾട്ട് വിൽ ബി പ്രൊവൈഡഡ് ടു ദ ഫിസിഷ്യൻ ഓർ ഡോക്ടർ. ആരാണോ അത് സജസ്റ്റ് ചെയ്തത്, ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിന് ആ റിസൾട്ട് കൈമാറുന്നു. ആ റിസൾട്ട് നോക്കിയാലാണ് ഇനി ബാക്കി ഫർദർ ട്രീറ്റ്മെന്റ് എന്ത് കൊടുക്കും ഈ പേഷ്യന്റിന് എന്ന് ആർക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ, ഡോക്ടേഴ്സിന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങുകൾ നടത്തുന്നതാണ് ഏത്, ഡയഗ്നോസ്റ്റിക്കിലെ ഫസ്റ്റ് വൺ ലബോറട്ടറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. സെക്കൻഡ് വൺ എന്താ, റേഡിയോളജിയാണ്. ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ഫ്ലൂയിഡ് ഒന്നും പുറത്തേക്ക് എടുക്കുന്നില്ല, പകരം ബോഡിക്ക് അകത്തേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. എന്ത് കടത്തിവിടും, സൺറേസ് അല്ലെ, പലതരത്തിലുള്ള റേസ് കടത്തിവിടുക. റേഡിയോ ഐസോടോപ്സ് പോലെയുള്ള ചില എന്താ പറയാ ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ചില റേസ്, രശ്മികൾ ശരീരത്തിലേക്ക് കടത്തിവിട്ട് ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളില് എവിടെയൊക്കെയാണ് അസുഖങ്ങൾക്കൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് രീതി, അതിനെയാണ് നമ്മൾ റേഡിയോളജി എന്ന് വിളിക്കുക. എക്സാമ്പിൾ എക്സ്റേസ്, MRI സ്കാൻസ്, CT സ്കാൻസ് ഒക്കെ പോലെയുള്ള സ്കാനിങ് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, റേഡിയോളജി ഓരോന്നിനെയും കുറിച്ച് ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇന്നേരം ഇതൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, എൻഡോസ്കോപ്പി ഒക്കെ വരും അതിനകത്തൊക്കെ. അപ്പൊ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റിംഗ് രീതിയാണ് ലബോറട്ടറി, അതുപോലെ തന്നെ റേഡിയോളജി. ഇതിൽ ഒന്ന് ലബോറട്ടറിയിൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അകത്തുനിന്ന് പുറത്തേക്ക് എടുത്തിട്ട് ലാബിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു. റേഡിയോളജിയിൽ ശരീരത്തിനകത്തോട്ടേക്ക് റേസ് കടത്തിവിട്ട് എന്താ പറയാ റേസും അതുപോലെ തന്നെ എന്താ പറയാ ഓരോ എക്യുപ്മെന്റുകളൊക്കെ അത് പിടിപ്പിച്ചിട്ടുള്ള ക്യാമറാസ് ഒക്കെ ഫിക്സ് ചെയ്ത സാധനമാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ക്യാമറ അതിന്റെ ടെസ്റ്റിംഗ് ചെയ്യാനുള്ള സാധനത്തിന്റെ മുമ്പത്തൊക്കെ ഫിക്സ് ചെയ്ത് സ്പെഷ്യൽ ഡിസൈൻഡ് ക്യാമറാസ് ആണ് അത് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ ഈ റേഡിയോ ഐസോടോപ്സ് ശരീരത്തിലേക്ക് റേസ് ആയിട്ട് കടത്തിവിട്ട്, രശ്മികളായിട്ട് കടത്തിവിട്ട്, എക്സ്റേ ഉദാഹരണം അത് ഓർക്ക്, നിങ്ങൾ അങ്ങനെ ഓർക്ക്. അന്നേരം എക്സ്റേയില് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പുറത്ത് വെച്ചിട്ടാണോ ടെസ്റ്റ് ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലിയർ ആവുന്നില്ലേ ഞാൻ പറയുന്നത്? ഇത്ര ഒച്ചയുള്ള എന്താ ക്ലിയർ ആവുള്ളെന്നോ? ക്ലിയർ ആണോ പിള്ളേരെ? ക്ലിയർ ആവാത്തവർ എനിക്ക് നിങ്ങളുടെ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. ഒന്ന് ജസ്റ്റ് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി പെട്ടെന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്, താങ്ക് യു. അപ്പൊ എന്താ പറയാ, നമ്മള് എക്സ്റേ നോക്കിയേ. എക്സ്റേ ആണ് എന്തായാലും ഒരു എക്സ്റേ എടുക്കാത്തവർ അല്ലെങ്കിൽ എക്സ്റേക്ക് നമ്മള് മറ്റാരെങ്കിലും കൂടെ പോയവരൊക്കെ ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മുടെ ബോഡിക്കകത്തുനിന്ന് എന്തെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ടാണോ ടെസ്റ്റ് ചെയ്യുന്നത്? അല്ലല്ലോ. അത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ നമ്മൾ മാറ്റിയിട്ട് എവിടെയാണോ ആ ഒരു എക്സ്റേ എടുക്കുന്ന ആ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യുന്ന ഒരു റേ ആണ് അവർ കടത്തിവിടുക. അതിന് സ്പെഷ്യൽ ആയിട്ട് ഡിസൈൻ ചെയ്ത റൂമുകൾ പോലും ഉണ്ട്. ഓക്കെ, ആ റൂമിലേക്ക് കയറ്റിയിട്ട് പേഷ്യന്റിനെ കയറ്റിയിട്ട് എന്താ പറയുക, ഇപ്പൊ ഭയങ്കരമായ ചുമയൊക്കെ ഇങ്ങനെ വരുമ്പോ ചുമയൊക്കെ എന്ത് മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ല. സോ അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ വരാനേ മുമ്പ് ഇങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും ചെസ്റ്റ് ഇൻഫെക്റ്റഡ് ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ശരീരത്തിലേക്ക് ഒരു തരം ഒരു ഫോട്ടോ എടുക്കലാണ് ശരിക്കും. നമ്മളെന്ത് ഫോട്ടോ എടുക്കുന്നത്? നമ്മൾ ശരീരത്തിന്റെ പുറത്തുനിന്നുള്ള ഇങ്ങനെയൊക്കെ എടുക്കുന്നത് സെൽഫി ഒക്കെ എടുക്കും അല്ലെ, ബാക്ക് ക്യാമറ ഒക്കെ വെച്ചിട്ട് സെൽഫി ഒക്കെ വെച്ചിട്ട് ഒക്കെ രണ്ട് രീതിയിലൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കും. അത് നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, എല്ലുകൾക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മുടെ സാധാരണ ക്യാമറ പറ്റില്ല അല്ലെ, നമ്മൾ എന്തെടുക്കും? അതിനാണ് ഈ എക്സ്റേസ് ഉപയോഗിക്കുക. അപ്പൊ അത് റേ ആണ്. റേ മീൻസ് എന്താ? രശ്മി. ഒരു ഭയങ്കര ഹൈ വോൾട്ടേജ് ഉള്ള ഒരു രശ്മി ശരീരത്തിലേക്ക് തുളച്ച് കയറി അകത്ത് പോയിട്ടാണ് ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി. അതിന് അവരുപയോഗിക്കുന്ന ആ ഹൈ എന്താ പറയാ വോൾട്ടേജ് ആയിട്ടുള്ള റേഡിയോ ഐസോടോപ്സ് ആണ്. ഇതുപോലത്തെയുള്ള ചില ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് വെച്ചാൽ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇത് അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത്. സോ അപ്പൊ രോഗനിവാരണത്തിന് വേണ്ടി, രോഗം മനസ്സിലാക്കാൻ വേണ്ടി, രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ് അത് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടീവിന് വീണ്ടും നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇൻഫോർമേറ്റീവ്. ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമേഷൻസുമായി ബന്ധപ്പെട്ടത്. ആരുടെ ഇൻഫോർമേഷൻസ്? എന്ത് ഇൻഫോർമേഷൻസ്? ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ മെഡിക്കൽ റിസോഴ്സസ് ആൻഡ് ഓൾസോ IT. എന്താണ് മെഡിക്കൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ? മെഡിക്കൽ റിസോഴ്സ് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? ഹോസ്പിറ്റൽസിൽ ഇഷ്ടംപോലെ പേഷ്യൻസ് ഉണ്ട്.
അതുപോലെ തന്നെ അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട് എന്ന് വെച്ചാൽ മരുന്നുകള് അല്ലെ, എന്താ പറയാ എക്യുപ്മെന്റുകള്, മെഷീനറീസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് മെഡിക്കൽ റിസോഴ്സസ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വേണ്ടേ? എന്തൊക്കെ സാധനങ്ങൾ ഈ ഹോസ്പിറ്റലിലുണ്ട്, എന്തൊക്കെ എക്യുപ്മെന്റുകളുണ്ട്, എന്തൊക്കെ മെഷീനറീസ് ഉണ്ട്, ഫാർമസിയിൽ എന്തൊക്കെ തരത്തിലുള്ള മരുന്നുകളുണ്ട്, അതിനെ കുറിച്ചുള്ള ഒരു റെക്കോർഡ്. അത് ഇൻഫോർമേറ്റീവ് ആണ്, അത് ആവശ്യമാണ് അവർക്ക്. കാരണം ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് തിരക്കണമെങ്കിൽ ഈ പറയുന്ന ഇൻഫോർമേഷൻസ് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചാലേ മതിയാകൂ. ഇനി അത് അതുപോലെ തന്നെ മറ്റൊരു റെക്കോർഡാണ് ഇത് IT. ഇന്ന് ഹോസ്പിറ്റൽസിന്റെ ഇന്ന് എല്ലാം എന്താ പറയാ ഭയങ്കരമായിട്ട് ഹൈടെക് ആണ്, എല്ലാം ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് all the things, everything, whatever records are there, all are electronized. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇതെല്ലാം ഇലക്ട്രോണിക്കൽ ഇൻഫോർമേഷൻസ് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സഹായത്തോടെ എല്ലാ ഡീറ്റെയിൽസും ഷുഡ് ബി റെക്കോർഡഡ്. ഹോസ്പിറ്റൽസിന് എന്തൊക്കെ തരത്തിലുള്ള റെക്കോർഡുകൾ ഉണ്ടോ, പേഷ്യൻസിനെ സംബന്ധിക്കുന്നതാകാം, മെഡിസിൻസിനെ സംബന്ധിക്കുന്നതാകാം, എല്ലാം എന്ത് ചെയ്യുന്നു ഇന്ന് IT അതായത് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എല്ലാം സേവ് ചെയ്ത് വെക്കുന്നു. അതുകൊണ്ട് അത് നമുക്ക് എപ്പോഴാണോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അതിൽ നിന്ന് ആക്സസ് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അത് ഏത് വിഭാഗത്തിൽ വന്നേ? ഇൻഫോർമേറ്റീവ്. മെഡിക്കൽ റിസോഴ്സസും അതുപോലെ തന്നെ IT മെഡിക്കൽ റെക്കോർഡുകളുടെ ഒക്കെ എല്ലാ റിസോഴ്സസിന്റെയും റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത് രണ്ടും ആളുകൾക്ക് ഇൻഫോർമേറ്റീവ് ആകുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതാളുകളാ? ഡോക്ടേഴ്സിനായിരിക്കാം, ഹോസ്പിറ്റൽസിന്റെ അതിന്റെ ഓർഗനൈസർ ആയിരിക്കാം, അതുപോലെ തന്നെ അക്കൗണ്ടന്റുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. ഓൾ ദ തിങ്സ് ഷുഡ് ബി റെക്കോർഡഡ്. എല്ലാം റെക്കോർഡ് ചെയ്യണം. മെഡിക്കൽ റിസോഴ്സസ് റെക്കോർഡ് ചെയ്യണം, ഹോസ്പിറ്റൽസിന്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും എല്ലാം സേവ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനെല്ലാം ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യാനാണ് ഇന്ന് കമ്പ്യൂട്ടേഴ്സിന്റെ ഹെൽപ്പോടെ അവര് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം തന്നെ ഹോസ്പിറ്റൽസിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളായ OP, that means outpatient department, and IP inpatient departmentലെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേ? സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. അതില് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് തെറാപ്യൂട്ടിക് ആണ്. തെറാപ്യൂട്ടിക്കിനകത്ത് വരുന്ന ഡിപ്പാർട്ട്മെന്റുകളാണ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. നമ്മുടെ ജനറലിൽ വരുന്നതാണ് CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റനൻസ് ആൻഡ് മോർച്ചറി. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് 2 രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് രോഗനിവാരണങ്ങളാണ് നടക്കുന്നത്, രോഗനിർണയങ്ങൾ. ഏതൊക്കെയാണത്? ലബോറട്ടറിയും റേഡിയോളജി. ആൻഡ് ഇൻഫോർമേറ്റീവില് മെഡിക്കൽ റിസോഴ്സസിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ്, IT, ദാറ്റ് മീൻസ് ഓവറോൾ ഹോസ്പിറ്റൽസിന്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും വരെ? ആൻഡ് ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളുടെ മൂന്നാമത്തെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ്. ദാറ്റ് മീൻസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മാനേജ്മെന്റ് ആണ്. ഓക്കെ, എന്ത് മാനേജ് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ അങ്ങോട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും എല്ലാം നോക്കി കാണുക. നോക്കി കണ്ടാൽ മാത്രം പോരാ, നോക്കി കണ്ട് മനസ്സിലാക്കി അത്ര പോരാ, അത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ എന്താ പറയാ ഇതിൽ നിർത്തണം. നമ്മുടെ വെറുതിയിൽ നിർത്തുക എന്ന് പറയില്ലേ, എവിടെയെങ്കിലൊക്കെ അഴിമതികളോ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ കൺട്രോൾഡ് ആക്കി കൊണ്ടുപോകുക. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ്. ഫൈനാൻസ് എന്താണ്? ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. That means there are a lot of incomes to the hospital. പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കാശ്, മറ്റാരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത്, ഗിഫ്റ്റുകളായി കൊടുക്കുന്നത്, ഇതെല്ലാം ഉണ്ട് ഹോസ്പിറ്റൽസ്. അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, ഇത് മാത്രമല്ല, ഇതെല്ലാം ഇങ്ങോട്ട് വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ. there are many expenses also. ഹോസ്പിറ്റലിൽ ഒരുപാട് ചെലവുകളുണ്ട്. ഫാർമസിയിലേക്ക് മരുന്നുകൾ വാങ്ങിക്കണം അല്ലെ, എംപ്ലോയീസിന് സാലറി കൊടുക്കണം, വേജസ് കൊടുക്കണം. ഓക്കെ, ഒരുപാട് മെഷീൻസ് ഒക്കെ പുതിയ അപ്ഡേറ്റ് ചെയ്യണം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മെഷീൻസ് ഒക്കെ മാറ്റി പുതിയ മെഷീൻസ് ഇൻസ്റ്റഡ് നമ്മൾ റിപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ കാശ് അങ്ങോട്ടും പോകും. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് ആരാ? എംപ്ലോയീസ് ആണ്. ഓൾ ദ എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് സംരംഭത്തിലെ ഒരു ഓർഗനൈസേഷനിലെ മൊത്തം എംപ്ലോയീസിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഇതൊരു ലേറ്റസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ പണ്ടും
പണ്ടൊന്നും ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിനൊക്കെ ഇത്രയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റുകളാണ്. കാരണം ഇന്ന് പല ഓർഗനൈസേഷനിലും ഏറ്റവും കൂടുതൽ എന്താ പറയാ ഉഴപ്പും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് മനുഷ്യന്മാരിലാണ്. അതുകൊണ്ട് എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വാച്ച് ചെയ്ത് അവരെ സ്ക്രൂട്ടിനൈസ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഓർഗനൈസേഷൻ അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് അവരുദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് ലാഭത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു വിഭാഗമാണ് ഏത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഓവറോൾ എംപ്ലോയീസ്. എല്ലാ വിഭാഗത്തിലും വരും. ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും ബോട്ടം ലെവലുള്ള എല്ലാ എംപ്ലോയീസും വരും അതിനകത്ത് പെടും. ഇവരെല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവിലെ മൂന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് ചർച്ച പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിന്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. സോ നമ്മൾ പഠിച്ചത് ഒരു ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മെയിൻ ആയിട്ട് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3. ദാറ്റ് ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് administrative department. And medical department is again classified into 2: OPD, outpatient department, and IPD, inpatient department. Supportive departments are classified into general, diagnostic, therapeutic, and informative. Therapeutic le edakya pharmacy, physiotherapy, and dietetics. General le CSSP, housekeeping, kitchen, laundry, security, maintenance, and mortuary. Diagnostic le laboratory and radiology. Informative le medical resources and IT. And the third classification, administrative, consists of administration, finance, and human resource. Clear ayo ellavarkum? Otta page parnitullu. Okay. Clear ayo? Any doubt? Ee oru page il endengilum doubt undo? Illalo? Okay. Okay, very good. ഇനി അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ഹോസ്പിറ്റലിന്റെ ആ മുകളിലത്തെ ആ സെന്റൻസ് അത് കോട്ടെ മീൻസ് ആ ഹെഡിങ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞത് ഏതാ? ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ? ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി നമ്മൾ അതിനെ ഒന്നുകൂടി ഒന്ന് കീറിമുറിക്കാൻ പോവുകയാണ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അല്ലെ? അതില് എന്തൊക്കെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആൻഡ് വാട്ട് ആർ സർവീസസ് ആർ പ്രൊവൈഡഡ് ബൈ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകാർ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ കൊടുക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ വ്യക്തമായിട്ട് മറ്റൊരു ടേബിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ടേബിള് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പറഞ്ഞ ടേബിളും ഇമ്പോർട്ടന്റ് ആണ്, രണ്ടാമത് ഇപ്പൊ പറയാൻ പോകുന്ന ടേബിളും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻപേഷ്യന്റ് സർവീസസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് സർവീസസ്. ക്ലിയർ? ടേബിളിന്റെ ഒരു മീനിങ് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം അപ്പൊ തന്നെ. ഇന്ന് വന്നിട്ട് നാളത്തെ ചോദിക്കരുത്. റെക്കോർഡ് ക്ലാസ് ഇന്നല്ലേ ഇടുക, നാളെ ഇടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഗൂഗിൾ അല്ലേ തരുന്നത്? നമുക്ക് ഈ റെക്കോർഡ് അവർ തന്നിട്ട് വേണം നമുക്ക് ഗൂഗിൾക്ക് അപ്ലോഡ് ചെയ്ത് തരാൻ. അപ്പൊ സോ അത് ഇന്ന് 2 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയൊക്കെ കിട്ടുള്ളൂ. ഇനി നാളെ മോർണിംഗിലായിരിക്കും നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 2 മിനിറ്റ് ഉള്ളൂ, അതൊന്ന് പറയാൻ പറ്റുമെങ്കിൽ തീർക്കാം. ഓക്കെ, ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാ? ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? അഡ്മിറ്റഡ് പേഷ്യൻസിനെയാണ് നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് വിളിക്കുക. സോ ഇൻപേഷ്യന്റ് പ്രൊവൈഡ് inpatient department provide different inpatient services to the patients who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻപേഷ്യൻസിന് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങളാണ്. ഒന്ന് പേഷ്യന്റ് റൂംസ്. പേഷ്യന്റ് കിടക്കാൻ മുറി കൊടുക്കണ്ടേ? അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ മൂലക്ക് ഇരുന്നോന്നാണോ പറയണേ? അല്ലാതെ പേഷ്യന്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ റൂംസ് ഓർ അറ്റ്ലീസ്റ്റ് വാർഡ്സ്. വാർഡിലെങ്കിലും അവർക്ക് ഒരു ബെഡ് കൊടുക്കണം അല്ലെങ്കിൽ റൂം പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് പേഷ്യന്റ് റൂം അല്ലെങ്കിൽ പേഷ്യന്റ് വാർഡ്. ഇത് എന്തായാലും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട സേവനമാണ്.
മറ്റൊന്ന് എന്താ, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. പെട്ടെന്ന് ഏതെങ്കിലും പേഷ്യൻസിനൊക്കെ ഇൻപേഷ്യന്റ് ആയിരിക്കുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ കൂടി വയ്യാണ്ട് വന്നു, അപ്പൊ അവരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക്, അതിതീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടായിരിക്കണം, ഇൻപേഷ്യന്റിന് കിട്ടേണ്ട സേവനമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. ഓപ്പറേഷൻ തിയേറ്റർ പലതരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ പെട്ടെന്ന് വേണ്ടി വരുന്ന പേഷ്യൻസ് ഉണ്ടാകാം. സോ അവിടെ വരുമ്പോ അവിടെ സ്ഥലമില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്ത് അവിടെ കിടന്നിട്ട് കാര്യമുണ്ടോ? രോഗമൊക്കെ പെട്ടെന്ന് അതിന്റെ രോഗത്തിന്റെ സ്ഥിതിഗതികളൊക്കെ മാറും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അത് എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജസിലേക്ക് പോകാം. സോ പെട്ടെന്ന് പേഷ്യന്റിനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യണം. ലേബർ റൂംസ് ഫോർ ലേഡീസ് ആണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രസവം മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള അവരെ പേഴ്സണലായിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടുള്ള റൂംസ് ആണ് ലേബർ റൂംസ് എന്ന് പറയുന്നത്. മെറ്റേണിറ്റി വാർഡ്സ്, അതെന്താ മെറ്റേണിറ്റി വാർഡ്സ് എന്താ, പ്രസവമൊക്കെ കഴിഞ്ഞ് അമ്മയ്ക്കും കുട്ടിക്കും സ്വകാര്യത കുറച്ച് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർഡ്, അത് സെപ്പറേറ്റ് വാർഡ് ആയിരിക്കും. ബിക്കോസ് അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി കിട്ടില്ല. കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഫീഡിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങൾ വേണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വാർഡാണ് മെറ്റേണിറ്റി വാർഡ്. അപ്പൊ ഇൻപേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ കിടത്തിക്കുന്ന ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടുന്ന സർവീസസ് ആണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഏതൊക്കെയാ? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. മനസ്സിലായോ? ക്ലിയർ ആണോ ഇവിടെ വരെ? ഇനി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. പക്ഷെ now the time is over, so let's wind up class. നിർത്തിക്കോട്ടെ ക്ലാസ്. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ? നന്നായിട്ട് അത് ഓരോ വേർഡ്, അതെ നമ്മൾ കുറച്ച് വേർഡുകൾ മാത്രമേ, ഇവിടെ എക്സ്പ്ലനേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഐ ഹാവ് എക്സ്പ്ലെയിൻ ചെയ്യൂ. നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി പറഞ്ഞു തന്നിട്ട് അതൊക്കെ ഓർക്കുക. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ഇങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ ഇന്നതാണ് നടക്കേണ്ടത്, ഇവിടെ ഇന്നതാണ് നടക്കേണ്ടത് എന്ന് മാഡം പറഞ്ഞത് ഓർക്കുക. ക്ലിയർ ആയോ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ചിട്ടാണ്. നമ്മളത് എടുത്തിട്ടില്ല, അവിടെ എടുക്കുമ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ, അന്നേരം പഠിക്കാൻ പോരെ? ആരൊക്കെയോ എടുക്കാത്ത ഭാഗത്ത് സംശയം ചോദിച്ചു തുടങ്ങി. Now the time is over, so let's see next day. Okay, bye. Thank you.